നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരുപാടായി. കാരണം വളരെ വലിയ മൂഡുകളൊന്നും ഇല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്യാൻ. അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം സീസണിൻ്റെ തുടക്കം തന്നെ വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കാണിച്ചത്. അതുപോലെ തന്നെ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും അത്രമാത്രം വലിയ ഹോപ്പുള്ള പ്ലേയേഴ്സ് ഒന്നും അല്ലായിരുന്നു. ഡേവിഡ് കറ്റാല എന്ന് പറഞ്ഞിട്ടുള്ള കോച്ചും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ തുടക്കം മുതൽ അവസാനം വരെ കോച്ച് ക്വിറ്റ് എന്ന് പറയാൻ വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള മത്സരമായതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനുള്ള മൂഡുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ. പക്ഷേ ഇപ്പോൾ ചെയ്യാൻ തോന്നി. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് കൊണ്ടാണ്. അതിനു മുമ്പ് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഡേവിഡ് കറ്റാല ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിഗ് പിക്ചർ ഫാൻസിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ സമാധാനമായി. ടൈം വേസ്റ്റ് ആയില്ല. അതുകൊണ്ട് ചെയ്യാത്തത് നല്ലതായെന്ന് തോന്നി. അത്രമാത്രം പുറലോകം അറിയേണ്ട ഒരു ബിഗ് പിക്ചറാണ് ഡേവിഡ് കറ്റാല നമുക്ക് തന്നുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയത്. എനിവേ പുതിയ കോച്ചൊക്കെ വന്നു. പുതിയ കോച്ചിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു നോക്കി. പക്ഷേ എനിക്ക് വലിയ ഓപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ സീസൺ പകുതി പോയി കിടക്കുകയാണ്. ഇനിയൊരു പകുതിയും കൂടി പോകാനുള്ള സാധ്യതകളൊക്കെയാണ് ആ ഒരു കോച്ച് വന്നതിലൂടെ പ്രൊഫൈൽ നോക്കിയതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു 4 മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോച്ചിൻ്റെ കീഴിൽ 7 പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഹോപ്പും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഈ ഒരു കോച്ച് വന്നതിന് ശേഷം ഈ ഒരു കോച്ച് സൈൻ ചെയ്തൊരു പ്ലെയർ ഉണ്ട്, ഫ്രാൻജു. ദാറ്റ് വാസ് സൂപ്പർ പ്ലെയർ ആയിരുന്നു. ഞാൻ അഡ്രിയൻ ലൂന കളിച്ചിട്ടുണ്ട്, നോ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കിട്ടുന്ന പ്ലെയേഴ്സ് അൽവാരോ വാസ്കസ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും നോക്കിയിട്ടല്ല. പക്ഷേ ഇത്രമാത്രം ഫ്ലോപ്പായിട്ടുള്ള ഒരു പെർഫോമൻസിൽ നിന്ന് നല്ലൊരു പ്രൊഫൈലുള്ള ഒരു പ്ലെയർ വന്നപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ആ ഒരു പ്ലെയറിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. മാഡ്രിഡിൽ 2017-18 സമയങ്ങളിൽ റിയൽ മാഡ്രിഡിന് വേണ്ടി കോപ്പ ഡെൽ റേ കളിച്ചൊരു പ്ലെയറാണ്. ആ ഒരു മാച്ചിൽ, ആ 2 മാച്ചിലും നല്ല റേറ്റിങ്ങോട് കൂടി കളിച്ചിരുന്നു. ആ ഒരു പ്ലെയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിങ്ങോട് കൂടി കളിച്ചിരുന്നു. സോ ആ ഒരു പ്ലെയറിൻ്റെ അബിലിറ്റി, കാപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ആ ഒരു പ്ലെയർ ഫസ്റ്റ് മാച്ചിലും അതുപോലെ തന്നെ കഴിഞ്ഞ മാച്ചിലും കാണിച്ചിട്ടുണ്ട്. ആ ഒരു പ്ലെയർ ഫ്രാൻജ് വന്നതിന് ശേഷമുള്ള മാച്ചുകൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടില്ല. ഈ ഒരു കോച്ച് വന്നതിന് ശേഷം ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല, ജംഷഡ്പൂർ FC-ക്കെതിരെയുള്ള ആ ഒരു കളിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം. ആ ഒരു കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ കളി പോട്ടെ, ജയിച്ചെങ്കിലും അത്രമാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ജംഷഡ്പൂർ FC-ക്കുള്ള ആ ഒരു മാച്ച് ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പെർഫോമൻസിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്ലേയേഴ്സൊക്കെ വളരെ നല്ല രീതിയിൽ പൊസിഷൻ കറക്റ്റ് ചെയ്ത് പ്രസ്സിങ് ചെയ്ത് ബോൾ കൺട്രോൾ ചെയ്ത് ഫ്രീ സ്പേസിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്നു. പ്ലേയേഴ്സ് 2 വിങ്ങിലുള്ള പ്ലേയേഴ്സ് വളരെ കറക്റ്റായിട്ട് ഓടുന്നു, പ്രസ് ചെയ്യുന്നു പോസ്റ്റിലേക്ക്. അങ്ങനെ നല്ല നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് ഈ മാച്ചിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു നല്ലൊരു ക്രോസിലൂടെ ആ ഒരു ഗോള് പോസ്റ്റിലേക്ക് ഇറങ്ങണം. ആ പോസ്റ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 2 ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട് ജംഷഡ്പൂർ FCൻ്റെ ഡിഫൻഡേഴ്സിലേക്ക്. ആ ഒരു പുഷിങ് തന്നെയാണ് അവിടെ ഗോൾ ആവാനുള്ളൊരു കാരണം തന്നെ. രണ്ടാമത്തെ ഗോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻജു നിഹാലിലേക്ക് ബോൾ കൊടുക്കുന്നു. നിഹാൽ ആ ബോൾ എടുത്ത് ഫ്രാൻജുവിൻ്റെ ആ റണ്ണ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിഹാൽ ആ ഒരു ത്രൂ ബോൾ കൊടുത്തത്. വളരെ ക്വിക്കായിട്ട് ഫ്രാൻജു റൺ എടുക്കുന്നു, ത്രൂ ബോൾ റിസീവ് ചെയ്യുന്നു, വിപിനിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു. വിപിൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ഹെയറിലൂടെ ഒരു ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അല്ലേ. 2 ഗോളും 2 ഹെഡർ ആണെങ്കിലും 2 ഗോളിന് കാണാൻ തന്നെ 2 ഗോളും വളരെ ബ്യൂട്ടായിട്ടാണ് അടിച്ചത്. ഈ ഒരു കോച്ച് വന്നതിന് ശേഷം ലാസ്റ്റത്തെ റീസെൻ്റ് ആയിട്ടുള്ള മാച്ചിലാണ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഒരു പ്ലേ മേക്കിംഗ് ശൈലിയൊക്കെ കാണാൻ പറ്റുന്നത്. സോ ലാസ്റ്റത്തെ മാച്ചിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബ്ലാസ്റ്റേഴ്സ് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ടൈറ്റിലേക്കൊന്നും ഉയരാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള മാച്ചുകളൊക്കെ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കോച്ചിന് പറ്റുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഇതൊന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള മാച്ചിൽ നമ്മൾ കണ്ട ചില ഒരു ഗുഡ് തിങ്സ് ഒക്കെ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.